ഇതെല്ലാം ഇങ്ങനെ ഇരിക്കുന്നൊന്നും കഴിച്ചില്ലേ? എഴുകൊച്ചേ എന്നാ അമ്മച്ചി? ആ കൊച്ചെന്തോ തിന്നാൻ കൊണ്ടുവച്ചിട്ടുണ്ട്, വാ കഴിക്കാം. ഓ എന്റെ ദൈവമേ, ഇപ്പോഴെങ്കിലും ഒന്ന് വിളിക്കാൻ തോന്നിയില്ല. വിശന്നിട്ട് മനുഷ്യന് വയ്യ. എന്റെ ദൈവമേ. വാ അമ്മച്ചി, എന്നാ വല്ലതും കഴിക്കാൻ വാ. ഈ പറ്റിയല്ലാതെ എന്തിനാ അമ്മച്ചി ഇറങ്ങി വന്ന വിളിക്കാനാ? പ്ലേറ്റ് എടുത്തോണ്ട് വരാം. എന്തിയമ്മ കഴിക്കാനാ? അവിടെയൊന്നും ഒന്നുമില്ല. ഞാൻ പോയി അടുക്കളയിൽ നോക്കട്ടെ. കൊച്ചുകൊണ്ട് അടുക്കളയിൽ വെച്ച് കാണും. അമ്മച്ചേ, അടുക്കളയിലും ഒന്നുമില്ലല്ലോ. അമ്മച്ചിക്ക് വിശക്കുന്നുണ്ടല്ലേ? ഞാൻ ഇപ്പൊ തന്നെ ശാലം പൊടിയിരിക്കഞ്ഞി ഇട്ട് തരാം കേട്ടോ. മമ്മി എന്നെ അമ്മ നോക്കിക്കൊണ്ടിരിക്കുന്നത്? എടാ മാമു ഏതാണ്ടേ പൊതി ഇവിടെ കൊണ്ടുവന്ന് വെച്ചെന്ന് അമ്മച്ചി പറഞ്ഞ് കഴിക്കാനുള്ളത് എന്നും പറഞ്ഞിട്ട് ഞാൻ തുണി നനച്ചെടുത്തോന്ന് അമ്മ എന്നെ കൂട്ടിക്കൊണ്ട് വന്നാ. നീ കയറി വരുമ്പോ ഇല്ല, അടുക്കളയിലൊന്നുമില്ല. ആ പുതിയ മാമു അപ്പൊ തന്നെ എടുത്തോണ്ട് പോകുന്ന ഞാൻ കണ്ടായിരുന്നല്ലോ. ഇത്രയും പേരുണ്ടല്ലോ, വിശന്നിരിക്കുമ്പോഴേ തന്നെ മേടിച്ചോണ്ടൊന്ന് മുറി കയറിയിരുന്ന് തിന്നുന്ന അത്ര ശരിയല്ലോ. ഇപ്പൊ ഒന്ന് കാണിച്ചു കൊടുക്കാം ഞാൻ. ഇതന്നെ മിണ്ടാതിരിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് തിന്നോണ്ടിരിക്കുക തന്നെ, അല്ല വേറൊന്നും അല്ല. ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഞാനവളെ കാണിച്ചു കൊടുക്കാൻ. ഞാനാ ഇങ്ങനെയല്ലേ എന്ന് വെച്ചാൽ മക്കളെ വളർത്തി വിടുന്നത്. തള്ളേനെ ഒന്ന് വിളിക്കട്ടെ ഞാൻ. ഇവരെന്നെ എടുക്കാത്തത്. ആ ഹലോ, ഞാനായിരുന്നേ, രജനി ആയിരുന്നോ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ വിളിച്ചതേ. അല്ല, മക്കളെയൊക്കെ ഇങ്ങനെയാണോ വളർത്തുകയും പഠിപ്പിക്കുകയും ചെയ്ത് വിട്ടേക്കുന്നേ? നിങ്ങളിങ്ങനെയായിരുന്നോ? നിങ്ങളെ കെട്ടിക്കൊണ്ട് ചെന്ന വീട്ടിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ ചെയ്തുകൊണ്ടിരുന്നത്? അവനവൻ്റെ മക്കൾ ഒരു ഭക്ഷണം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, വീട്ടിലുള്ളവർക്ക് കൊടുക്കാതെ നിങ്ങൾ കഥ കടച്ചിട്ടിരുന്ന പെരയ്ക്കകത്ത് കയറി നടന്ന് തിന്ന് ശീലിച്ചത്. എൻ്റെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു പണി നടക്കുകയല്ല. ഞങ്ങൾക്ക് തന്നില്ല, വേണ്ട, എനിക്ക് കുഴപ്പമില്ല. ഇവിടെ വയ്യാത്ത ഒരു അമ്മയുണ്ട്. രാവിലെ ഒരു ഭക്ഷണവും ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കിയില്ലായിരുന്നു. എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അരി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അരച്ച് വെക്കാൻ മറന്നുപോയി. രാവിലെ ഒരു സാധനം ഉണ്ടാക്കിയില്ല. അവൾ പുറത്ത് പോയിട്ട് വന്നപ്പോൾ അവൻ ഭക്ഷണം മേടിച്ച് കൊടുത്തു വിട്ടേച്ചിട്ട് അവൾ ഇവിടെ കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചേച്ചും കഴിഞ്ഞിട്ട് അവൾ ഒന്നേരത്തിന് എൻ്റെ അമ്മ എന്നെ വന്ന് വിളിച്ച്, ഞാൻ തുണി കഴിക്കൊണ്ടിരിക്കുക, അതേടി ഭക്ഷണം മേടിച്ചോണ്ട് വന്നിട്ട് കഴിക്കാമെന്നും പറഞ്ഞു. ഉടനെ തന്നെ ഞങ്ങൾ കയറി വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അവൾ അതെടുത്തുകൊണ്ട് പോയി മുറി വെച്ചിരുന്ന് തന്നെത്താനെ തിന്നുക. ഇങ്ങനെയാണോ നിങ്ങൾ മക്കളെ പഠിപ്പിച്ച് വിട്ടേക്കുന്നത്? എനിക്കറിയാൻ മേലാന്ന് ചോദിക്കുക. കുറേ അടുക്കും ചിട്ടയിലും മര്യാദയ്ക്ക് ഒരു വീട്ടിൽ ചെല്ലുമ്പം നിങ്ങളുടെ മകൾ അങ്ങനെ ചെയ്യുകയല്ലെന്നോ? നിങ്ങൾ മകളെ വിളിച്ച് ചോദിച്ചു നോക്കിക്കുക, നിങ്ങളുടെ മകൾ അങ്ങനെ ചെയ്തോ ഇല്ലയോന്നാ. എൻ്റെ പിന്നെ നിങ്ങൾ കൂടുതൽ ന്യായമൊന്നും പറയണ്ട. നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന അംഗം എൻ്റെ വീട്ടിൽ നടക്കുകയല്ല. ഇവിടെ ഒരു മുളക് പൊട്ടിച്ചതേ ഉള്ളേലും ഞങ്ങൾ ഇവിടെ എല്ലാവരും കൂടെ ഒന്നിച്ച് കഴിച്ചുകൊണ്ടിരുന്ന. നിങ്ങളുടെ മകൾ വന്നേ പിന്നെയാണ് ഈ കുത്തിത്തിരിപ്പും ഈ ഉണ്ടാക്കലും തീറ്റയും തുടങ്ങിയത്. ഈ പുറത്തുനിന്ന് മേടിയിരും. എൻ്റെ പിന്നെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. നിങ്ങൾ മകളെ വിളിച്ച് പറഞ്ഞേരെ, എൻ്റെ വീട്ടിൽ ഈ പണി നടക്കുകയല്ല. മേടിച്ചോണ്ട് വന്ന് ഒളിച്ച് വന്ന് മുറി കയറിയിരുന്ന് തിന്നുന്ന പരിപാടി എൻ്റെ വീട്ടിൽ നടക്കുകയല്ല. നിങ്ങൾ മകളെ വിളിച്ച് പറഞ്ഞേരെ. ഇന്നിപ്പം ഞാൻ വളരെ മര്യാദയ്ക്കാണ് നിങ്ങളോട് ഈ സംസാരിച്ച് ഈ കാര്യം പറയുന്നത്. ഇനി ഇത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എന്നുള്ളത് ഞാനിപ്പം ഒന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് പറയാൻ പോലും എനിക്ക് ബുദ്ധിമുട്ട് കാരണം ഉണ്ടല്ലോ, എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല. എന്നായിരുന്നു എന്നെ വിളിച്ചേ? ഇപ്പൊ വിളിച്ചത് എന്നാണെന്ന് നിനക്ക് അറിയത്തില്ലല്ലേ? ഇപ്പൊ ഞാൻ വിളിച്ചത് നീ കേൾക്കുകയും ചെയ്തല്ലോ. അപ്പൊ നീ മനഃപൂർവ്വം ഇണ്ടാതിരുന്നല്ലേ? ഞാൻ ബാത്റൂമിലായിരുന്നില്ലേ? നീ ബാത്റൂമിലായിരുന്നു പോലും. അതുപോലും മേടിച്ചോണ്ട് വന്ന് തിന്നുവല്ലായിരുന്നു. മറ്റുള്ളവരെന്നെ മണ്ടന്മാരും പൊട്ടന്മാരും ആണോ?
ഇനി പറയുന്നത് ഞാൻ കഴിക്കാൻ വന്ന് എനിക്ക് വിശന്നിട്ട് വയ്യ. ഇവിടെ എന്നാ ഉള്ളത്? നീ കൂടുതൽ അഭിനയിക്കരുതേ, പൊട്ടിയും കളിക്കാൻ നിൽക്കരുത്. നീ ഇവിടെ കൊണ്ടുവന്നത് മുറി കയറുന്നു തിന്നതും ഒക്കെ ഞാൻ അറിഞ്ഞിട്ട് തന്നെ ഇരിക്കുന്നത്. എന്നിട്ട് വലിയ നമ്പർ ഇറക്കിക്കൊണ്ട് വന്നേക്കുന്നു, അതും എന്റെ അടുത്ത്. നീ എന്തോ ഈ പറഞ്ഞു കൂട്ടുന്നത്? ഞാൻ ദീപ ചേച്ചിയുടെ കടയിൽ പോയി നിന്നോട് പറഞ്ഞല്ല, ഞാൻ നമ്മുടെ തുണി തയ്ച്ചത് കൊണ്ടുവന്നതാ. ഞാൻ മുറി പോയി ഇട്ട് നോക്കിയത്. അമ്മച്ചി കണ്ടതാണല്ലോ ഞാൻ കൊണ്ടുവന്നത്. പിന്നെന്തീ പറയുന്നത്? വേണമെങ്കിൽ വന്ന് ഇട്ട് നോക്ക്. അയ്യോ, അപ്പം തുണി തയ്ച്ചതായിരുന്നു മേശപ്പുറത്ത് കൊണ്ടുവച്ചത്. കാര്യം അറിയാതെ ഇത്രയും ബഹളങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിയത്. ഭഗവാനെ, ഇനി പെണ്ണിൻ്റെ അമ്മയോടൊക്കെ എന്നാ വിളിച്ചു പറയും? നാണക്കേടായല്ലോ ഈശ്വര ദൈവമേ. കാര്യം അറിയാതെ കിടന്ന് ഈ ബഹളം വെച്ചതും ചാടിയതും. പൊന്നു ദൈവമേ, മതി. ഹായ്, എൻ്റെ അമ്മച്ചിക്ക് പറ്റിയ ഒരു അബദ്ധമാകട്ടോ. മേശപ്പുറത്ത് കൊണ്ടുവന്ന് പൊതി വെച്ചപ്പോൾ അമ്മച്ചി ഓർത്തേ എന്തെങ്കിലും കഴിക്കാനുള്ളതായിരിക്കുമെന്ന് എന്നോർത്തോണ്ടാണ് എന്നെ വിളിക്കാനും വന്നത്. അതോർത്തുകൊണ്ട് ഞാനും വന്നു. ഞാനും ഓർത്ത് കൊച്ചു കഴിക്കുമായിരിക്കും മുറി കയറിയിരുന്നെന്ന്. അതൊക്കെ ഓരോ തെറ്റിദ്ധാരണകളാണ്. നമ്മുടെ എല്ലാം കുടുംബത്തും ഇങ്ങനെയുള്ള നിസ്സാര പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഓരോ കുടുംബകലഹങ്ങൾ ഉണ്ടാകുന്നതും ഡൈവേഴ്സ് ആകുന്നതും പിള്ളേരതിൻ്റെ അകത്ത് പ്രശ്നക്കാരായി തീരുന്നതും ഒക്കെ. ഇതൊന്നുമല്ല, നമ്മൾ കറക്റ്റായ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രം വേണം പ്രതികരിക്കാനായിട്ട്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കുറ്റങ്ങളും കുറവുകളും ഒക്കെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യണം. അല്ലാണ്ട് ഉടനെ തന്നെ നമ്മുടെ വീട്ടിൽ കെട്ടിക്കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങളുടെ വീട്ടിലോട്ട് വിളിച്ച് ഇപ്പം ഞാൻ ഈ പറഞ്ഞതുപോണക്ക് അവരോട് മോശമായ രീതിയിൽ സംസാരിക്കുകയും പറയുകയും ഒന്നും ചെയ്യരുത്. അവർക്കും മനസ്സിന് പ്രയാസം ഉണ്ടാകും. കാരണം ഈ കുഞ്ഞുങ്ങളൊക്കെ എന്തെങ്കിലും കാണിക്കുന്ന അവരോട് വിളിച്ച് ചോദിച്ചിട്ടോ അവരനുവദിച്ചിട്ടോ അവർ പറഞ്ഞു പഠിപ്പിച്ച് വിട്ടിട്ടോ ഒന്നുമല്ലെന്നേ. അന്നേരം തോന്നുന്ന ഓരോ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. പിന്നെ അവർക്കും ആഗ്രഹങ്ങൾ കാണത്തില്ലേ? നമ്മുടെ മക്കളല്ലേ, നമ്മളല്ലേ വിട്ടുവീഴ്ച ചെയ്യേണ്ടത്. അവനവൻ്റെ ഭർത്താവ് ഒരു ചെറിയൊരു പൊതി കൊണ്ട് കൊടുക്കണമെന്നും അതാരും കാണാതെ ടേസ്റ്റോടെ മുറിയിലിരുന്ന് ഒളിച്ചിരുന്ന് തിന്നുന്നതിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റേ, അതൊക്കെ അവരും ഒന്ന് ആസ്വദിക്കട്ടെ. നമ്മളങ്ങ് വിട്ടുവീഴ്ച ചെയ്തേക്കണം. പക്ഷേ ഇന്ന് എനിക്ക് പറ്റിയത് അബദ്ധമാകട്ടോ. നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞു വേണം നമ്മൾ ഇടപെടാനും സംസാരിക്കാനും. അല്ലാതെ കറക്റ്റായിട്ട് കാര്യം അറിയാണ്ട് നമ്മൾ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. അതാണ് ഏറ്റവും വലിയ അബദ്ധം. ഇവിടെ ഇപ്പം ഞാനാ തെറ്റുകാരി ആയിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞ് ഞാൻ താത്തുവിനോട് പോയി ക്ഷമ പറയും. പിന്നെ താത്തുവിൻ്റെ വീട്ടിലോട്ടും വിളിക്കും. എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയതാകട്ടോ, അങ്ങ് ക്ഷമിച്ചേക്കണം കേട്ടോ, മനസ്സിൽ വേറെ ഒന്നും വെച്ചേക്കരുതെന്ന് പറഞ്ഞ് നമ്മളൊരു ക്ഷമ പറഞ്ഞാൽ, അല്ലെ നമ്മുടെ പറ്റിയ അബദ്ധം നമ്മൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകാനായിട്ടുള്ളതേ ഉള്ളൂ. നല്ല ആൾക്കാരാണ്. അതുകൊണ്ട് എൻ്റെ ഈ അബദ്ധം അവർക്ക് മനസ്സിലാകുകയും എന്നോടുള്ള പിണക്കം മാറുകയും ചെയ്യും. അപ്പം നമുക്കൊരബദ്ധം പറ്റിയാൽ നമ്മളത് തിരുത്താൻ നോക്കണം കേട്ടോ. അല്ലാതെ തിരുത്തുമ്പോഴാണ് അവിടെ ക്ഷമയുണ്ടാകുന്നത്. അല്ലാതെ നമ്മൾ ആരും വലിയവരല്ല, ആരിലും ചെറിയവരുമല്ല. അതുകൊണ്ട് നമ്മുടെ അബദ്ധങ്ങൾ പറഞ്ഞു തിരുത്തുക. നിങ്ങളെല്ലാവരും ഇങ്ങനെ ആയിരിക്കണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും വന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല് കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, ഓക്കെ.